ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാർവതീസ് ബൈ പാർവതി മുരളീധരൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിൽക്ക് ഷേക്കാണ്, ഒരു ഷാർജ ഷേക്ക്. അമൃതം പൊടി കൊണ്ട് നമുക്കൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കാം. ഹെൽത്തി ഡ്രിങ്കാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഷാർജ ഷേക്കിൻ്റെ രുചി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് അമൃതം പൊടി കൊണ്ട് ഷാർജ ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഷേക്കിനായിട്ട് നമുക്ക് അമൃതം പൊടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് എടുത്തു. അതിന് ആവശ്യമായ, അതായത് ഒരു 2 ഗ്ലാസ് പാൽ, 4 ടേബിൾ സ്പൂൺ പൊടിയെ 2 ഗ്ലാസ് പാൽ എടുത്തു. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് ഒന്ന് വേവാൻ ആവശ്യമായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പൊടി, 2 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് പച്ചവെള്ളം ഇതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പൊടിയൊക്കെ കട്ട കെട്ടി കിടക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് ആ പൊടി ഒന്ന് വെന്ത് വന്നാൽ മതി. കുറുകണമെന്നില്ല, പക്ഷെ കുറുക്കുണ്ടാക്കുന്നത് പോലെ കുറുകണ്ട, ജസ്റ്റ് അതൊന്ന് വെന്താൽ മതി. അതിനാണ് നമ്മൾ വെള്ളം കൂടി ചേർത്തത്. അപ്പോൾ ആ പൊടി ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പഴം, ഞാനിവിടെ 2 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്, ഒരു സ്പൂൺ ബൂസ്റ്റ് ഓപ്ഷണലാണ്. ഇല്ലാത്തവർ അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഉള്ളവർക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അതില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ ബൂസ്റ്റ് ഉപയോഗിച്ചു. അതില്ലെങ്കിൽ പഴവും ആവശ്യമായ പഞ്ചസാരയും ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചസാരയും ഇതും കൂടി പഴവും കൂടി, ഇപ്പോൾ പഴം ഞാലിപ്പൂവൻ പഴം തന്നെ വേണമെന്നില്ല, ഏത്തപ്പഴമോ പാളയംതോടൻ ഏത് പഴമാണോ ഉള്ളത് ആ പഴം ഉപയോഗിക്കാം. ഏതെടുത്താലും ടേസ്റ്റിയാണ്. അതും ഈ കുറുക്ക് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തു. ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച് ഒന്ന് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം ഇതും കൂടെ യോജിപ്പിച്ച് ആറിയ കുറുക്കും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡിയായി. ഏറ്റവും ഹെൽത്തി ടേസ്റ്റി ഷേക്കാണ്. ഞാനിവിടെ ഈ സ്ട്രോ കണ്ടോ, ഈറ്റയുടെ കമ്പാണിത് കേട്ടോ. ഈറ്റയുടെ കമ്പ് വെട്ടിയെടുത്തിരിക്കുന്നതാണ് സ്ട്രോ ആയിട്ട്. നമ്മുടെ നാച്ചുറൽ സ്ട്രോ ആണ് കുട്ടികൾക്ക് കുടിക്കാൻ കൂടെ. പ്ലാസ്റ്റിക് ഒഴിവാക്കി നമ്മുടെ ഈറ്റയുടെ കമ്പ് നമുക്ക് സ്ട്രോ ആയിട്ട് ഉപയോഗിക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാം. ഇഷ്ടമുള്ള പഴം ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.